അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഇതുപോലെയുള്ള പദങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ചില സൂറത്തുകളുടെ തുടക്കത്തിൽ നമ്മൾക്കൊക്കെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഒരു പക്ഷേ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളാണ്. ഇതുപോലെയുള്ള 2 ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഈ പരിശുദ്ധ റമദാനിൽ കൂടുതലായിട്ട് ഓതുന്ന വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു പാരായണം ഒന്നുകൂടി മനോഹരമാക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള പദങ്ങൾ, ചില പദങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഓതേണ്ട രൂപം എങ്ങനെയാണ് എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നു. ഉദാഹരണത്തിന് ഈ അലം എന്നൊക്കെ ഓതുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് കാലത്തും ഓർമ്മയിൽ നിൽക്കാൻ പറ്റിയ രൂപത്തിൽ ആ ഒരു ചെറിയ ഒരു ടിപ്സ് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടായാൽ എക്കാലത്തും നമുക്ക് കൺഫ്യൂഷൻ വരാതെ, സംശയിക്കാതെ നമുക്കത് ഓതാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കാണുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഉപകരിക്കുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആവശ്യക്കാരായ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഈ കാണുന്ന പദങ്ങൾ ഇതിലുള്ളത് എങ്ങനെയാണോ അതുപോലെ പറയുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിലുള്ള അലിഫ് ലാം മീം, ഇതിലുള്ള 3 അക്ഷരങ്ങൾ അലിഫാണ്, രണ്ടാമത്തെ അക്ഷരം ലാമാണ്, മീമാണ്. ഈ അക്ഷരങ്ങൾ അതുപോലെ പറയുക എന്നുള്ളതാണ്. ചെറിയ മാറ്റം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ അക്ഷരം അലിഫാണ്, രണ്ടാമത്തെ അക്ഷരം ലാമാണ്, മൂന്നാമത്തെ അക്ഷരം മീമാണ്. അലിഫിൻ്റെ മുകളിൽ എന്തില്ല? മദ്ദിൻ്റെ ചിഹ്നമില്ല. നീട്ടാൻ ഉപയോഗിക്കുന്ന ആ വളഞ്ഞ ഒരു ചിഹ്നമുണ്ടല്ലോ, മേലെയുള്ള ഫത്ഹല്ലാത്ത ഒരു മദ്ദിൻ്റെ ചിഹ്നം, ആ ചിഹ്നം കണ്ടില്ലേ? ഇതെല്ലാ മുസ്ഹഫിലും ഉണ്ടാവും. അപ്പോൾ ആ ചിഹ്നം കണ്ടാൽ അത് മദ് ലാസിമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അത് അലിഫിൻ്റെ ഖദർ നീട്ടേണ്ട, വളരെ കൂടുതലായിട്ട് നീട്ടി നമ്മൾ ഓതൽ നിർബന്ധമായ ഒരു ഭാഗമാണ്, ഒരു അക്ഷരമാണത്. അപ്പോൾ ലാം മീം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി. പക്ഷേ ശ്രദ്ധിക്കണം, ലാം എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം സുക്കൂനുള്ള മീമാണ്. ലാം മീമാണ്, സുക്കൂനുള്ള മീം വന്നു. പിന്നെയുള്ള അക്ഷരം, മൂന്നാമത്തെ അക്ഷരം ഇവിടെ മീമാണ്, മീ ലാം. പിന്നെയുള്ളത് മീം. അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വന്നത് പിന്നെ കസറാക്കപ്പെട്ട മീമാണ്. അപ്പോൾ സുക്കൂനുള്ള മീമും പിന്നെ ശേഷമുള്ളത് ഹർക്കത്താക്കപ്പെട്ട ഫത്തോ കസറോ ലമ്മ ഉള്ള മീമാണ് വന്നതെങ്കിൽ ഈ സുക്കൂനുള്ള മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൊടുക്കും. അപ്പോൾ കൊടുത്തിട്ടാണ്, അപ്പോൾ രണ്ടും കൂടി കൂട്ടി ജോയിൻ്റ് ആക്കിയിട്ട് മണിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ലാം മീം. അപ്പോൾ ഈ അലിഫിൻ്റെ ഖദർ അവിടെ നീട്ടിയിരിക്കണം. അപ്പോൾ ചെറിയൊരു നീട്ടിൽ നീട്ടിയാൽ പോരാ. അപ്പോൾ ഒന്നുകൂടി ഈ പദങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നീട്ടൽ നമ്മൾ ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം മീം അമീം എന്ന് പറയുമ്പോൾ അവസാനം മീമ് പിന്നെ ചുണ്ട് കൂട്ടണം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയ മാറ്റങ്ങൾ ചില സ്ഥലത്തുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ആ മീമിൻ്റെ നിയമങ്ങൾ, നമ്മളെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് മീമിൻ്റെ നിയമങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാകും. അറിയുന്ന ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അറിയാത്ത ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ കൂടുതലായിട്ട് ഖത്ം ഓതുമ്പോൾ
ഒരുപാട് പിഴവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതെയാക്കാൻ നമ്മുടെ ഈ ക്ലാസ് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ അക്ഷരങ്ങൾ അതുപോലെ പറയുക, പിന്നെ നീട്ടാനുണ്ടെങ്കിൽ നീട്ടുകയും ചെയ്യുക. രണ്ടാമത്തെ കണ്ടില്ലേ, അലിഫ് ലാം മീം സ്വാദ്. ഇവിടെ എന്താണ്? അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട്, സ്വാദ് ഉണ്ട്. ഇപ്പോൾ 3 അക്ഷരത്തിന് മദ് ലാസിമാണ്. അപ്പോൾ 3 അക്ഷരവും അലിഫല്ലാത്ത ബാക്കി 3 അക്ഷരവും നമ്മൾ കൂടുതലായിട്ട് നീട്ടണം. നേരത്തെ പറഞ്ഞതുപോലെ ലാമിൻ്റെ മീമും മീമിലുള്ള മീമും കൂടി എന്ത് ചെയ്യണം? കൂട്ടി ജോയിൻ്റ് ആക്കണം. അപ്പോൾ ഒന്നുകൂടി അലിഫ് ലാം മീം സ്വാദ്. മീം ചുണ്ട് പൂട്ടണം, എന്നിട്ടാണ് സ്വാദ് എന്ന് പറയേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് അവിടെ നോക്കണം. ഇനിയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലുള്ള 3 അക്ഷരം, ആദ്യത്തിൽ അലിഫ് ലാം റോ ലേ. ഈ റോ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന അക്ഷരത്തിലെ റോ ബ ലേ എന്ന് പറയല്ലോ, അതിലുള്ള എന്നുള്ളത് ഒഴിവാക്കിയിട്ടാണ് ഓതേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എളുപ്പമാകും. അപ്പോൾ റോ എന്ന് പറയുന്നത് അലിഫ് ലാം അതുപോലെ പറയണം. അലിഫ് ലാം റോ, അലിഫ് ലാം റോ. റോയിന് എന്തില്ല? മദ്ദിന്റെ ചിഹ്നമില്ല. ഇവിടെ ലാമിന് മാത്രമേ മദ്ദിന്റെ ചിഹ്നമുള്ളൂ. റോയിന് സാധാരണ ഒരു അലിഫ് ഇട്ടാൽ എങ്ങനെ നിട്ടാൽ അത് മതി. റോ എന്നല്ല, റോ. അലിഫ് ലാം റോ, അത് മതി. ലാം നീട്ടണം, മദ് ലാസിമാണ്. അടുത്തത് അവിടെ മീം റോ ലേ. അലിഫ് ലാം മീം റോ. ഇവിടെ ഏതാണ്? ലാമിനും മീമിനും. നേരത്തെ പറഞ്ഞതുപോലെ ലാമും മീമും കൂടി നീണം കൂട്ടി യോജിപ്പിക്കണം. ലാമിലെ മീമ്, സുക്കൂണുള്ള മീമ് റോ അല്ലേ. ഒന്ന് പറഞ്ഞു നോക്കി, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയാന്ന് നോക്കി, പിന്നെ അതുപോലെയാണോ നോക്കി. പറഞ്ഞില്ലേ? ഒന്ന് വായിച്ചു നോക്കി. അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഓതി നോക്കുക. അലിഫ് ലാം മീം റോ. മീം മീം റോ. അലിഫ് ലാം മീം റോ. അപ്പോൾ ആ അക്ഷരം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ്, ഇത് പലപ്പോഴും അറിയാത്ത ആളുകൾ പലതും വായിച്ചു പോകുന്ന സംഗതിയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം. മദ് ഉണ്ടെങ്കിൽ മദ് നീട്ടേണ്ടതാണ്. മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ നീട്ടാനുള്ള അക്ഷരം മാത്രം നീട്ടുക, ഇല്ലാത്തത് നീട്ടണ്ട. ഖുർആനിലൊക്കെ ചിഹ്നം ഉണ്ടാവും അല്ലേ. ഇവിടെ ഏതാ മദ്ദിൻ്റെ ചിഹ്നമുള്ള അക്ഷരം? ഏതാണ്? ഒന്ന് കാഫാണ്, പിന്നെ ഐനാണ്, പിന്നുള്ളത് സ്വാദാണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഹ എന്നാണ് അല്ലേ. അപ്പൊ ഹായിലെ ഒഴിവാക്കിയിട്ട് ഹ പറഞ്ഞാൽ മതി. യാ ഇലെ യാ എന്ന് പറഞ്ഞാൽ മതി. ഹാ യാ. കാഫ് എങ്ങനെ പറയാ? മദ്ദുണ്ട്, മദ്ദിന്റെ ചിഹ്നമുണ്ട്. അപ്പോൾ മദ് ലാസിമാണ്, നീട്ടുക തന്നെ ചെയ്യണം. അപ്പൊ എങ്ങനെ നീട്ടുക? ആ അക്ഷരം നീട്ടുക. ആ അക്ഷരത്തിന്റെ പേരെന്താണ്? കാഫാണ്. കാഫ് എങ്ങനെ നീട്ടുക? കാഫ് കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഹായ ഹായ ഹയ എന്നല്ല, ഹായ ഐന് എന്നാണ്. ഐന് നൂന് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. മദ് ഇങ്ങനെ വരണം.
പിന്നെയുള്ളത് ഐന് എന്നുള്ള സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദി എന്ന അക്ഷരം വന്നാൽ ഇഖ്ഫ ആണ്. അപ്പോൾ അവിടെ മറച്ച് മണിക്കണം. ഇഖ്ഫാന്റെ നിയമം അവിടെ വരും. ഐൻ സ്വാദ്, ആ നീട്ടലൊക്കെ അവിടെ വരണം. അപ്പം 3 അക്ഷരത്തിന് നീട്ടൽ വരണം. കാഫ് ഹ യ ഐൻ സ്വാദ്. അപ്പോൾ ഒന്നുകൂടി കാഫ് ഹ യ ഐൻ സ്വാദ്. ഐൻ ഐന് എന്ന് വ്യക്തമാക്കരുത്, മറച്ച് മണിക്കണം. കാഫ് ഹ യ ഐൻ സ്വാദ്. ഐൻ സ്വാദ്. ഇനി താഴെയുള്ള നോക്കി, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. താഴെയുള്ളത് അക്ഷരം ഏതാണ്? തോ ആണ്, ഹ ആണ്. തോ ഇലെയും ഹ ഇലെയും ഒഴിവാക്കിയ തോഹ, തോഹ, അത് മതി. അടുത്തത് നൂനാണ്. നൂൻ എങ്ങനെ പറയാം? നൂനിന്റെ മുകളിൽ മദ്ദുണ്ട്. അപ്പൊ എങ്ങനെയാ നൂന്? അപ്പൊ നൂന് നീട്ടുക. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇതിന്റെ ബാക്കി എങ്ങനെ വരുന്നല്ലേ? അവിടെ നമ്മൾ വഖഫ് ചെയ്യാം. നൂൻ, നൂന് എന്നല്ല, നൂൻ. അടുത്ത് ഏതാണ്? അടുത്തത് സീനും അതുപോലെ തന്നെ മീമും മദ്ദുണ്ട്. സീൻ എന്ന് പറയുമ്പോൾ നൂനാണ്. നൂനിന്റെ ശേഷം മീം വന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യണം. തോ ആണ്. തോയിലെ തോ, തോസീം മീം. സീൻ മീം എന്നാണ്. സീൻ മീം. നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം മീം വന്നാൽ എന്ത് ചെയ്യണം? നൂന് മീമിൽ കൂട്ടി യോജിപ്പിക്കും. അപ്പൊ നൂന് ഇല്ല, നൂന് മീമിന് കൊടുത്തു. മീമ് കട്ടി കൂടി മണിക്കുകയും ചെയ്യണം. സീം എന്ന് പറയണം. സീം മീം. തോസീം മീം. അടുത്ത് തോ സീന്, തോ സീന്. തോ പറയില്ല. തോ, തോസീൻ, തോസീൻ. അവിടെ നൂനാണ്. നൂന് സുക്കൂനുണ്ട്. ആ സുക്കൂന് നൂന് വ്യക്തമാക്കി തന്നെ പറയാം. കാരണം അതിന് ശേഷം വേറെ അക്ഷരങ്ങളൊന്നും ഇല്ല, വേറെ ഒന്നും നോക്കേണ്ട. തോസീൻ. അടുത്ത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ യാറ് കൂടുതൽ നീട്ടലുണ്ട്. യാ ആണ്. അപ്പൊ യാ എന്ന് മാത്രം മതി. സീനാണ് നീട്ടേണ്ടത്. കാരണം സീനിന്റെ മുകളിലാണ് മദ്ദിന്റെ ചിഹ്നമുള്ളത്. യാസീൻ, യാ എന്ന് പറയണ്ട. യാസീൻ, മദ് ലാസിമാണ്, നീട്ടന്നെ വേണം. യാസീൻ. നെക്സ്റ്റ് മദ്ദിന്റെ ചിഹ്നമുണ്ട്. സ്വാദാണ്. സ്വാദ് അതുപോലെ പറയുക. സ്വാദ്. ഹ ആണ്, മീമാണ്. ഹ പറയില്ല. ഹ, മീം നീട്ടുക. ഹ മീം. യാസീൻ. അവിടെ നൂനാണ്. നൂന് പറയുമ്പോൾ വായ തുറക്കണം. മീമ് പറയുമ്പോൾ വായ പൂട്ടണം. ഹമീം. യാസീൻ. നെക്സ്റ്റ്
ഹ ആണ്, മീമാണ്. മീമിൻ്റെ മുകളിലാണ് മദ്ദിൻ്റെ ചിഹ്നമുള്ളത്. മീം. ഹ എന്ന് പറയണ്ട, ഹമീം. ഹമീം. യാസീൻ പറഞ്ഞ പോലെ യാസീൻ എന്ന് പറഞ്ഞതുപോലെ ഹമീം. അടുത്തത് ഐനാണ്, സീനാണ്, ഖാഫാണ്. ഐന്, സീന്, ഖാഫ് മൂന്നിൻ്റെ മുകളിലും മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഐന് പറയുമ്പോൾ ആ യാ ഇങ്ങനെ നീട്ടി പോകണം. ഐ. പിന്നെ നൂനാണ്, സുക്കൂണുള്ള നൂനിന് ശേഷം സീൻ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ഐ സീൻ ഖാഫ്. ഐ സീൻ ഖാഫ്. അവിടെ ഐന് എന്നുള്ളിടത്ത് ശേഷമുള്ളത് സീനാണ്. സീന് എന്നുള്ളിടത്ത് സീന് നൂനിൻ്റെ ശേഷം ഖാഫാണ്. അവിടെ രണ്ട് സ്ഥലത്തും ഇഖ്ഫാ വരണം. ഐൻ എന്ന് പറയാം, അതാണ് ഇഖ്ഫാ. ഐൻ സീൻ ഖാഫ്. നെക്സ്റ്റ് ഖാഫ്. ഇതാണ് എന്ത്, ഓരോ അക്ഷരങ്ങൾ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഇപ്പോൾ പറഞ്ഞത് മദ് ലാസിമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മദ് ലാസിം എങ്ങനെ, അതിൻ്റെ മുകളിൽ ഐൻ പിന്നെ മദ്ദിൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ ആ അക്ഷരം കൂടുതലായിട്ട് മദ് അലിഫിൻ്റെ ഖദർ വരെ എന്ത് ചെയ്യുക, നീട്ടുക. അതുപോലെ തന്നെ ഹ അല്ലേ, പിന്നെ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, യാ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ അതിലെ ഒഴിവാക്കിയിട്ടാണ് ഓതേണ്ടത്. ബാക്കി എന്ത് ചെയ്യുക, അതുപോലെ അതിലുള്ളതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഓതുക. അലിഫ് ഒന്നുകൂടി, അലിഫ് ലാം മീം. എല്ലാവരും ഒന്ന് കൂടെ ഓതുക. നെക്സ്റ്റ് അലിഫ് ലാം മീം സ്വാദ്. നെക്സ്റ്റ് അലിഫ് ലാം റാ. നെക്സ്റ്റ് അലിഫ് ലാം next كاف ها يا عين صاد طه. next نون طاسيم. next طاسين. ياسين. صاد. حميم. حميم. عين سين قاف. عين سين قاف. قاف. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്. പിന്നെ നീട്ടേണ്ട അറഫ് അലിഫിൻ്റെ ഖദർ
കുറച്ച് നീളത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ട് നീട്ടിയിട്ട് തന്നെ വേണം എല്ലാം ആ മദ്ദിൻ്റെ ചിഹ്നമുള്ളതൊക്കെ നീട്ടാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചുള്ള റമദാനിലെ സ്പെഷ്യലായിട്ടുള്ള ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സാണ്. താല്പര്യമുള്ളവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ മുമ്പുള്ള റമദാന് മുമ്പ് നമ്മൾ ഓരോ ആയത്തുകളും എങ്ങനെയാണ് വിശദമായിട്ട് ഓതേണ്ടത്, പ്രത്യേകമായിട്ട് ഈ നൂനിൻ്റെയും മീമിൻ്റെ ഒക്കെ നിയമങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യണമെന്ന് പറയാൻ കാരണം നമ്മൾ അയക്കുന്ന വീഡിയോകളൊക്കെ ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ അതിൻ്റെ മെസ്സേജായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ കൂടുതലായിട്ട് നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ടൊക്കെ വിജയിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കാരണമായിട്ട് നമ്മുടെ ഈ വിശുദ്ധ ഖുർആൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുകയും ക്ലാസ് എടുക്കുകയും അതിനനുസരിച്ച് നമ്മൾ ഓതുകയും ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഈമാനിക ആവേശം അല്ലാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ നന്നാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭക്ഷണം നിന്നവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പല നിലക്കും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.